ക്ഷമയുടെ ആദ്യ പാഠമെന്ന് പറയുന്നത് നമ്മളെ വേദനിപ്പിച്ചവർ അറിയുന്നില്ല എന്ന് തിരിച്ചറിയുകയാണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു മനുഷ്യന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന മുറിവുകളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന്. നിങ്ങൾക്കൊന്നെങ്കിൽ പ്രതികാരത്തിന്റെ വഴി തിരയാം, ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ വഴി തിരയാം. എനിക്ക് ലഭിച്ചിട്ടുള്ള നെഗറ്റീവായ അനുഭവങ്ങൾ മറ്റാർക്കോ ട്രാൻസ്ഫർ ചെയ്യുക. ഞാൻ അവഗണന അറിഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ സഖിയെ അവഗണിക്കുക. ഞാൻ സ്നേഹരാഗത്തിലൂടെ കടന്നുപോയതുകൊണ്ട് എനിക്ക് വാത്സല്യം കൊടുക്കാതിരിക്കാനാവുക. ഇതൊക്കെ മനുഷ്യൻ തിരയുന്ന സബ്സ്റ്റിറ്റ്യൂഷന്റെ വഴികളാണ്. മൂന്നാമതായിട്ടുള്ളതാണ് നമ്മുടെ ചിന്തയ്ക്ക് എന്നും വിഷയമായി മാറേണ്ടത് സബ്ലിമേഷൻ. മുറിവേൽക്കപ്പെട്ടവൻ ആരെയും മുറിപ്പെടുത്തുന്നില്ല, മറിച്ച് തന്റെ മുറിവുകൾ കൊണ്ട് മറ്റാരെയോ സൗഖ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ബൈബിളിൽ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നത് പഴയ നിയമത്തിലെ ജോസഫാണ്. ഏറ്റവും കൂടുതൽ മുറിവേൽക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ ജോസഫ് എന്ന് പറയുക. സ്വപ്നം കാണുന്ന ഒരു ദാർശനിക തലം ഇവന്റെ കൂടെ ഉണ്ടായിരുന്നതിന്റെ പേരിൽ ഇവന്റെ സഹോദരന്മാർ ഇവനെ വെറുക്കുന്നു. സ്വന്തം സഹോദരന്മാർ ഇവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്നു. 30 വെള്ളിക്കാശിന് വിൽക്കുന്നു. പൊത്തീഫറിന്റെ അടിമയാകുന്നു. പൊത്തീഫറിന്റെ ഭാര്യയുടെ ഉടലിന്റെ ആസക്തികൾ ജയിച്ചതിന്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. തടവറയിൽ അടിമയാക്കപ്പെടുന്നു. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നന്മയോടൊത്ത് നിന്നിട്ടും അകാരണമായിട്ട് വ്രണിതമാക്കപ്പെട്ട ഹൃദയമാണ് പഴയ നിയമത്തിലെ ജോസഫിന്റേത്. പഴയ നിയമത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ മുറിവേൽക്കപ്പെടുന്ന ഒരു മനുഷ്യൻ. എന്നിട്ടും തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ ഇവൻ തന്റെ സഹോദരന്മാരെ അണച്ചുപിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുപക്ഷെ എന്നെ നേരത്തെ അയച്ചതാവാം. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുപക്ഷെ എന്നെ ഈ ഭൂമിയിലേക്ക് നേരത്തെ അയച്ചതാവാം. എന്നിട്ട് ഇവന് ജനിക്കുന്ന പുത്രന് ഇവൻ ഇങ്ങനെ പേരിട്ടു, മനാസെ. മനാസെ എന്ന വാക്കിന്റെ അർത്ഥം മറക്കുവിനെന്നാണ്. ഈ ഫഗറ്റിഷ്, മറക്കുക. ജീവിതകാലം മുഴുവന് നെഗറ്റീവായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരുവൻ തന്റെ കുഞ്ഞിന് പേരിടുമ്പോൾ ഒരു ശുഭാശംസ പോലെ പറയുകയാണ്, എന്റെ കുഞ്ഞെ, നീ നിന്റെ മനസ്സിൽ ഈ പക കൊണ്ട് നടക്കരുത്, ഇത്തരം വ്രണിതമായ അനുഭവങ്ങൾ കൊണ്ട് നടക്കരുത്. കുഞ്ഞെ, നീ എല്ലാം മറക്കുക, മനാസെ. വ്രണിതമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരൊക്കെ തങ്ങളുടെ കൊച്ചു മക്കളോട് പറയണം, മനാസെ, കുഞ്ഞെ, നീ എല്ലാം മറക്കുക. ഇതാണ് വലിയ മനുഷ്യൻ, തന്റെ മുറിവുകളെ തിരിമുറിവുകളാക്കി മാറ്റുന്ന മനുഷ്യൻ. മൂന്നാമതായിട്ട് നമ്മൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, മനുഷ്യന്റെ മുറിവുകളെ തൊട്ട് സൗഖ്യമാക്കുവാനായിട്ട് മനുഷ്യർക്കാവില്ല, വാക്കിന്റെ സാന്ത്വനം കൊടുക്കാനാവില്ല. പിന്നെ ആർക്കാണ് മനുഷ്യന്റെ മുറിവുകളെ കുറിച്ച് വ്യക്തതയുള്ളത്? മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം പോലെ മനുഷ്യപുത്രർ ഉയർത്തപ്പെടും, അവനെ നോക്കുന്നവര് സൗഖ്യം പ്രാപിക്കും. നിക്കോദേമോസിനോട് ക്രിസ്തു പറയുന്നതാണിത്. എന്നും എല്ലാ കാലങ്ങളിലും മുറിവേൽക്കപ്പെട്ട മനുഷ്യന്റെ ഏറ്റവും വലിയ ശാന്തിയുടെ കൂടാരമെന്ന് പറയുന്നത് ഈ കുരിശായിരുന്നു. കുരിശിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. അവനിലേക്ക് നോക്കുന്നവരൊക്കെ സൗഖ്യപ്പെടുന്നു. ഭൂമിയിലെ മുറിവേൽക്കപ്പെട്ട മനുഷ്യർക്കൊക്കെ കുരിശ് ഒരു ജീവിത ശൈലിയാണ്, സൗഖ്യപ്പെടുന്ന ഒരു ഔഷധമാണ്, വെളിപാടിന്റെ ബോധവിഷമാണ്. മനുഷ്യന് കടന്നു പോകേണ്ടി വരുന്ന എല്ലാ മുറിവുകളിലൂടെയും അതിന്റെ എക്സ്ട്രീം പോയിലൂടെ ക്രിസ്തു കടന്നുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കൗൺസിലിംഗിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എന്നെ അലട്ടിയിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ എന്റെ വാക്കുകൾ കൊണ്ട് മറ്റൊരുത്തിന് കരുത്ത് പകരാനാവുമെന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് ഈ കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വൃദ്ധപുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് അങ്ങേക്ക് ഇതിനാവുക? പുള്ളി മനുഷ്യൻ പറഞ്ഞു, നിനക്ക് നിന്റെ വാക്കുകൾ കൊണ്ട് ആരെയും സാന്ത്വനപ്പെടുത്താനാവില്ല. നിന്റെ അടുക്കലേക്ക് വരുന്നയാള് ഒരു വിശ്വാസിയാണെങ്കിൽ അവനോട് ദേവാലയത്തിലേക്ക് പോകുവാൻ പറയുക, എന്നിട്ട് ക്രൂശ് രൂപം കാണാനായിട്ട് പറയുക. ഈ ക്രൂശ് രൂപത്തിൽ ഞാൻ കടന്നു പോകുന്ന മുറിവുകളുടെ ആഴം കാണാനാവുമെങ്കിൽ, എന്റെ മുറിവുകൾ അവന്റെ ഉടലിൽ കാണാനാവുമെങ്കിൽ, എന്നിട്ടൊന്നുറക്കെ പൊട്ടിക്കരയാനാവുമെങ്കിൽ, മേ ബി ഹി ഈസ് ഹീൽഡ്, മേ ബി ഹി ഈസ് ഹീൽഡ്. ഒരു പക്ഷേ അവൻ സൗഖ്യപ്പെട്ടേക്കാം. എല്ലാ മുറിവുകളും ഇങ്ങനെ സൗഖ്യപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഒത്തിരി പേരുടെ മുറിവുകൾ ഇങ്ങനെ സൗഖ്യപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ അടുക്കലേക്ക് വരുന്നവന് ഒരു വിശ്വാസിയാണെങ്കിൽ ദേവാലയത്തിന്റെ ശാന്തിയിലേക്ക് അവൻ പോയിട്ട് ക്രൂശ് രൂപത്തെ നോക്കിക്കൊണ്ട് എന്റെ മുറിവുകളുടെ ആഴം അവന്റെ ഉടലിൽ കാണാൻ ശ്രമിക്കുമ്പോൾ, പിന്നെ ഒന്നുറക്കെ പൊട്ടിക്കരയാൻ കഴിയുമ്പോൾ,
മേ ബി ഹീസ് ഹീൽഡ്. മനുഷ്യന് കടന്നു പോകേണ്ടി വരുന്ന എല്ലാ മുറിവുകളുടെയും ആഴത്തിലൂടെ ക്രിസ്തു കടന്നു പോയിട്ടുണ്ട്. ദാരിദ്ര്യത്തിന് മുറിവ് വേറുന്നവന് അറിയുക, ഇവൻ ദാരിദ്ര്യത്തിന്റെ എക്സ്ട്രീം പോയിന്റിലൂടെ കടന്നു പോയിട്ടുണ്ട്. കുരുവിക്ക് പോലും കൂടുള്ള ഭൂമിയിൽ, കുറുനരിക്ക് മാളമുള്ള ഭൂമിയിൽ അമരങ്ങളിൽ അന്തി ഉറങ്ങിയവനായിരുന്നു ഇവന്. പിറക്കാനായി രാത്രിസത്യം നിഷേധിക്കപ്പെട്ടവനായിരുന്നു ഇവന്. ഇവന്റെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കഥകളുണ്ട്. ഇതിനകത്ത് ഏറ്റവും മനോഹരമായ കഥ ഇതാണ്. അന്നിവന്റെ പിറവിയിൽ സാക്ഷിയായി നിന്നിരുന്ന ആട്ടിടെ സ്ത്രീകള് പിന്നീട് ഇവന്റെ കഥകളൊക്കെ ജെറുസലേം മുഴുവൻ ഷാരോണിലെ പരിമളം കണക്ക് ഉയർന്നു പൊങ്ങുമ്പോൾ മുത്തശ്ശിമാരായി മാറിയിട്ടുണ്ടായിരുന്നു. തങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ഈ മുത്തശ്ശിമാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, കുഞ്ഞുമക്കളെ, നമ്മളുടെ നട്ടെല്ല് വളഞ്ഞത്, തോളല് ചരിഞ്ഞത് ആടുകളെ മേയിച്ചതുകൊണ്ട് മാത്രമല്ല, ഭൂമിയിൽ ഒത്തിരി പേരുടെ മുമ്പിൽ ശിരസൂനിച്ച് നിന്നതുകൊണ്ടാണ്. എന്നാൽ അന്ന് അവന്റെ പിറവിയിൽ ആദ്യമായിട്ട് നമ്മുടെ ശിരസുകൾ ഉയർന്നു നിന്നു. കാരണം അവൻ നമ്മളെക്കാൾ ദരിദ്രനായിരുന്നു. നാം കൊടുത്ത പ്രാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിലാണ് അവൻ കണ്ണുകൾ തുറന്നത്. നാം കൊടുത്ത കമ്പിളിപ്പുതപ്പിന്റെ ചൂടിലാണ് അവൻ തന്റെ തണുപ്പകറ്റിയത്. നാം കൊടുത്ത പാൽക്കട്ടിയിലാണ് അവന്റെ ദരിദ്രരായ മാതാപിതാക്കന്മാർ അത്താഴം കണ്ടെത്തിയത്. നമ്മളെ ചെറുതാക്കാതിരിക്കുവാൻ അവൻ നമ്മളെക്കാൾ ചെറിയവനായി. നമ്മളെ ചെറുതാക്കാതിരിക്കുവാൻ അവൻ നമ്മളെക്കാൾ ചെറിയവനായി. വിശപ്പ് അനുഭവിക്കുന്നവന്, ദാരിദ്ര്യം അനുഭവിക്കുന്നവന് അറിയാനാവും ക്രിസ്തു ഈ ദുരന്തത്തിന്റെ ആഴങ്ങളിലൂടെ കടന്നുപോയവനാണ്. മറ്റൊരു മനുഷ്യൻ നിങ്ങളെ മനസ്സിലാവില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അമ്മ നഷ്ടപ്പെട്ട ദുഃഖത്തെക്കുറിച്ച് ഒരു കുട്ടി എന്നോട് പറയുമ്പോൾ എനിക്ക് അവളെ വ്യക്തമായി മനസ്സിലാവില്ല. കാരണം അമ്മ നഷ്ടപ്പെട്ട ദുഃഖത്തിന്റെ ആഴം ഞാൻ അറിഞ്ഞിട്ടില്ല. ക്രിസ്തുവിന് മനസ്സിലാകും. ഏത് ദുഃഖവുമായിട്ട് നിങ്ങൾ ഇവന്റെ കുരിശിന് മുമ്പിലേക്ക് ചെല്ലുന്നു, ആ ദുഃഖത്തിന്റെ എക്സ്ട്രീം പോയിന്റ് കണ്ടവനാണ് ക്രൈസ്റ്റ്. പ്രവാസമാണോ നിങ്ങളുടെ വേദന? സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ കഴിയേണ്ടി വരുന്ന വേദന, സ്വന്തം നാട്ടിന്റെ പച്ചപ്പുകൾ ഒരു ഓർമ്മ കണക്ക് കൊണ്ട് നടക്കുന്നതിന്റെ വേദന, ഒരു കനൽ കണക്ക് കൊണ്ട് നടക്കുന്നതിന്റെ വേദന അറിഞ്ഞുകൊള്ളുക. ഇവനും പ്രവാസത്തിന്റെ വേദന അറിഞ്ഞവനാണ്. കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടി കുഞ്ഞിന്റെ മാതാപിതാക്കന്മാർക്ക് ഈജിപ്തിലേക്ക് ഒളിച്ചോടേണ്ടതായിട്ട് വന്നു. ഈജിപ്ത് എന്ന് പറയുന്ന അടിമത്തത്തിന്റെ നാടാണ്. മോചനത്തിന്റെ നാട്ടിൽ നിന്ന് 12 വയസ്സുവരെ അടിമത്തത്തിന്റെ ഭൂമിയിൽ പ്രവാസികളായി കഴിയേണ്ടി വന്നവരായിരുന്നു ഇവന്റെ ബാല്യം. പ്രവാസത്തിന്റെ വേദന ഇവന് മനസ്സിലാവും. ഒറ്റപ്പെടലിന്റെ വേദന ഇവന് മനസ്സിലാകും. നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ തള്ളിപ്പറയപ്പെടുമ്പോൾ, നിങ്ങൾ കാത്തിരുന്നവര് നിങ്ങളെ വെറുത്തു തുടങ്ങുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെ തള്ളിപ്പറയുമ്പോൾ, നിങ്ങൾ സ്നേഹിച്ചിരുന്നവർ നിങ്ങൾ അവഗണിക്കുമ്പോൾ അറിഞ്ഞുകൊള്ളുക, തിരസ്കരണത്തിന്റെ വേദന ഇവനെ കണക്കറിഞ്ഞതാരുണ്ട്? ഇവൻ വിതച്ച വിത്തില് മിക്കതും തന്നെ പതിരായിപ്പോയി. കുറെയൊക്കെ കൂർത്ത മുള്ളുകളായി. ആരുടെ വസ്ത്രാഞ്ചലം, ആരുടെ കണ്ണീർ തുടച്ചാണ് ഇവന്റെ വസ്ത്രാഞ്ചലം നനഞ്ഞത്? അവർ പോലും ഇവനെ തള്ളിപ്പറയുന്നു. തിരസ്കരണത്തിന്റെ മുള്ളാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നെങ്കിൽ അറിഞ്ഞുകൊള്ളുക, അതിന്റെ ആഴം ഇവൻ കണ്ടിട്ടുണ്ട്. ഏകാന്തയുടെ ആഴം കണ്ടിട്ടുണ്ട്. പ്രാർത്ഥന കേൾക്കാതെ പോകുന്നുള്ളതാണോ നിങ്ങളുടെ ദുഃഖം? ഇവന്റെ പ്രാർത്ഥനയും കേൾക്കാതെ പോകുന്നുണ്ട്. ഏലോയ് ഏലോയ് ലാമ ശബക്താനി എന്നുള്ള പ്രാർത്ഥന. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്തിനെന്നെ കൈവിട്ടു? ഇവന്റെ പ്രാർത്ഥനയും കേൾക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ദാരിദ്ര്യത്തിന്റെ ആയിക്കൊള്ളട്ടെ, ഒറ്റപ്പെടലിന്റെ ആയിക്കൊള്ളട്ടെ, സ്നേഹരാഹിത്യത്തിന്റെ ആയിക്കൊള്ളട്ടെ, അവഗണനയിലായിക്കൊള്ളട്ടെ, തിരസ്കരണത്തിൻ്റെതായിക്കൊള്ളട്ടെ, എല്ലാ വേദനയും ഇവൻ അറിയുന്നുണ്ട്. മനുഷ്യ പറയാറുണ്ടല്ലോ, ഒരു ശത്രുവാണിത് ചെയ്തിരുന്നെങ്കിൽ എനിക്കത് സഹിക്കാമായിരുന്നു. പക്ഷേ ഇത് ചെയ്തത് മിത്രമാണല്ലോ. സങ്കീർത്തനം തുടങ്ങുന്നത് പോലെ, ഇഫ് ഇറ്റ് വാസ് ഡൺ ബൈ ആൻ എനിമി, ശത്രുവാലാണ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സഹിക്കാമായിരുന്നു. പക്ഷേ നീ എന്നോടൊപ്പം ഒരേ അപ്പം പങ്കിട്ട് നീ എന്തിനാണ് എന്നെ തള്ളിപ്പറഞ്ഞെന്നുള്ള ആ സങ്കീർത്തനം ഓർമ്മയിൽ വരുമ്പോൾ നമുക്കറിയാം, ഭൂമിയിൽ ഏറ്റവും വലിയ വേദനയെന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവരാൽ മുറിവേൽക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, സഖിക്കും സുഹൃത്തിനും ഇടയിലുള്ള അകലമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അകലം, 2 ധ്രുവങ്ങളെക്കാൾ വലിയ അകലം. ഇവർക്കിടയിലുള്ള ചെറിയ മുറിവുകളെന്ന് പറയുന്നത് ഉണങ്ങാവ്രണങ്ങളായി മാറുന്നതിന്റെ പൊരുളെന്താണ്? നഖക്ഷതങ്ങൾ പോലും ഉണങ്ങാവ്രണങ്ങളായി മാറുന്നതിന്റെ പൊരുളെന്താണ്? അടുത്തവർക്കിടയിലുള്ള മുറിവുകളാണ് മനുഷ്യന് സഹിക്കാനാവാത്തത്. അത്തരം മുറിവുകളുടെ ആഴവും ക്രിസ്തു കണ്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന് സങ്കല്പിക്കാവുന്ന എല്ലാ ദുഃഖങ്ങളുടെയും എക്സ്ട്രീം പോയിന്റ് കണ്ടെത്തിയവനാണ് ക്രിസ്തു. ഇവനിലേക്ക് നോക്കുമ്പോൾ മേ ബി യു ആർ ഹീൽഡ്. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. അവനെ നോക്കുന്നവരൊക്കെ സൗഖ്യപ്പെടും.
മനുഷ്യന്റെ ദുഃഖം എന്ന് തൊട്ടാണ് ആരംഭിക്കുക? എപ്പോഴാണ് ദുഃഖത്തിന്റെ ഒരു കനല് നിങ്ങളുടെ നെഞ്ചിലേക്ക് ആദ്യമായിട്ട് വീഴുക? ചിന്തകർ പറയുന്നു, ഗർഭപാത്രത്തിലെ കുഞ്ഞിനോട് കുഞ്ഞിന്റെ അപ്പൻ പറയുന്നു, ഈ കുഞ്ഞ് എന്റേതല്ല. അമ്മ നടുങ്ങുന്നു. അമ്മയുടെ നടുക്കം കുഞ്ഞിന്റെ ഒടുങ്ങാത്ത നടുക്കമായിട്ട് രൂപാന്തരപ്പെടുന്നു. കുഞ്ഞിന്റെ ഒടുങ്ങാത്ത വിഡ്രോവലായിട്ട് രൂപാന്തരപ്പെടുന്നു. കുഞ്ഞിന്റെ ഒടുങ്ങാത്ത വിഷാദമായിട്ട് രൂപാന്തരപ്പെടുന്നു. ഇവിടം തൊട്ട് ആരംഭിക്കുന്നു മനുഷ്യന്റെ എല്ലാ മുറിവുകളും. അമ്മയുടെ ഗർഭപാത്രത്തില് സ്വന്തം പിതൃത്വം സംശയിക്കപ്പെടുക, ഫാദർഹുഡ് സംശയിക്കപ്പെടുക. അവിടം തൊട്ട് ആരംഭിക്കുന്നു ക്രിസ്തുവിന്റെ മുറിവുകളും. നീതിമാനായ ജോസഫ് പറഞ്ഞു, ഇതെന്റെ കുഞ്ഞല്ല. അവിടം തൊട്ട് ആരംഭിക്കുന്നു ക്രിസ്തുവിന്റെ മുറിവുകള്. പിന്നെ ദാരിദ്ര്യം, വിശപ്പ്, പ്രവാസം, ഏകാന്തത, ഒറ്റപ്പെടല്, തള്ളിപ്പറയല്, തിരസ്കരണം ഒക്കെ ഇവൻ കടന്നു പോകുന്നുണ്ട്. ഒടുവില് കുരിശിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഉറ്റവരുടെ മരണത്തിന്റെ ദുരന്തങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ? ഇവനിലേക്ക് നോക്കുക. മേ ബി യു ആർ ഹീൽഡ്. ഇവന്റെ മരണം എങ്ങനെയുള്ളതായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു കുരിശ് രൂപപ്പെട്ടത്? കുറ്റവാളി ഭൂമിയിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിക്ക് ശാപമാകുമെന്നുള്ള മനുഷ്യന്റെ സങ്കല്പത്തിൽ നിന്നാണ് കുരിശെന്ന് പറഞ്ഞ കഴിമരം ആരംഭിക്കുക. ഇവൻ ഭൂമിയിൽ കിടന്ന് മരിച്ചുകൂടാ, കാരണം അത് ഭൂമിക്ക് ശാപമാണ്. അതുകൊണ്ട് ഇവനെ നമ്മൾ ആകാശത്തിനും ഭൂമിക്കും മധ്യേ വലിച്ചെറിയുകയാണ്. ഉറ്റവരുടെ ദുർമരണങ്ങൾ ഉള്ളിൽ കനലായിട്ട് കൊണ്ട് നടക്കുന്നവര് ഇവനിലേക്ക് നോക്കുക. മേ ബി യു ആർ ഹീൽഡ്. കുരിശിൽ കിടക്കുമ്പോൾ ഇവന് വേണ്ടി മീറ കലർത്തിയ വീഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഈ മീറ കലർത്തിയ വീഞ്ഞെന്ന് പറയുന്നത് അവര് കാട്ടിയ അവസാനത്തെ കനിവായിരുന്നു. കാരണം ഇതൊരു വല്ലാത്ത ലഹരി പദാർത്ഥമാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വേദനയില്ലാതെ മരിക്കാനായിട്ട് ഒരു പക്ഷേ ഒരുവനെ അത് സഹായിച്ചേക്കും. കാരണം ബോധരാഹിത്യങ്ങളിലേക്ക് ഈ മീറ കലർത്തിയ വീഞ്ഞ് ഒരുവനെ സഹായിക്കുന്നുണ്ട്. ക്രിസ്തു ആവട്ടെ ഈ വീഞ്ഞ് ഒന്ന് രുചിച്ചു നോക്കിയതിന് ശേഷം പറഞ്ഞു, വേണ്ട എന്ന്. ഞങ്ങളുടെ ദുഃഖങ്ങൾ മറക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ മദ്യപിക്കെന്ന് പറയുന്നവര് ഇവനിലേക്ക് നോക്കട്ടെ. മേ ബി ഹീസ് ഹീൽഡ്. എന്തിന്? ഗർഭപാത്രം തൊട്ട് ഏറ്റുവാങ്ങുന്ന മനുഷ്യന്റെ വേദന എവിടെയാണ് അവസാനം അവനെ കൊണ്ട് എത്തിക്കുക? ഉചിതമായ ഒരു സംസ്കരണം നിഷേധിക്കപ്പെടുക എന്നുള്ളതാണ് മനുഷ്യന്റെ അവസാനത്തെ മുറിവെന്ന് പറയുക. എന്റെ ഒരു സുഹൃത്തുണ്ട്. ഇവന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഇവന്റെ മുത്തച്ഛന്റെ ആണ്ടുദിനമാണ്. പഴയകാലത്ത് കമ്മ്യൂണിസവും സഭയും തമ്മിൽ ഒത്തിരി പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വളരെ നന്മ നിറഞ്ഞ മനുഷ്യനായിരുന്നു ഇവന്റെ മുത്തച്ഛൻ. പക്ഷെ ആ കാരണം കൊണ്ട് തന്നെ ഈ മനുഷ്യന് പള്ളിയിലുള്ള അടക്കം നിഷേധിച്ചു. പഴയകാല സെമിത്തേരികളിൽ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞൊരു കോർണറുണ്ട്. ഇപ്പോൾ അതെടുത്ത് മാറ്റി, കാരണം തെമ്മാടികളൊക്കെ ഇപ്പുറത്തേക്ക് വന്ന് കിടക്കാൻ തുടങ്ങി. ഇത്തരം ഒരു കോർണറിൽ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തെ അടക്കിയിരിക്കാൻ ഈ വലിയ മനുഷ്യൻ, MP പോൾ തുടങ്ങിയ വലിയ മനുഷ്യർ പോലും അടക്കപ്പെട്ടിരുന്നത് ഈ തെമ്മാടിക്കുഴിയിലാണെന്ന് ഓർത്തുകൊള്ളുക. ഇവൻ ഇന്ന് വലിയ വേദനയാണ്. കാരണം ഇന്നിത് സിമിത്തേരിയുടെ ആ ഒരു സ്ട്രക്ചറിന് പുറത്താണ്. മുത്തച്ഛന്റെ ആണ്ടാകുമ്പോൾ, വല്യപ്പച്ചന്റെ ആണ്ടാകുമ്പോൾ ഇവൻ പറയുക, തലേന്ന് തൊട്ട് എന്റെ ഉള്ളിൽ കനലാണ്. കാരണം കുടുംബത്തിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒത്തിരി പെൺകുട്ടികളുണ്ട്. ഇവരെയുമൊക്കെ വിളിച്ചുകൊണ്ട് മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒപ്പീസ് ചൊല്ലാൻ വേണ്ടി ഈ കാക്കപ്പുല്ലും കള്ളിമുള്ളും ഒക്കെ ഉള്ള ഈ ഉപേക്ഷിക്കപ്പെട്ട ഇടത്തേക്ക് പോകുമ്പോൾ ഇവരോട് ഞാൻ എന്ത് പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഉചിതമായ സംസ്കരണം നിഷേധിക്കപ്പെട്ടു എന്ന പേരിൽ കനൽ കൊണ്ട് നടക്കുന്ന എന്റെ സുഹൃത്തിന് പോലും ഇവനിലേക്ക് നോക്കിയാൽ സൗഖ്യപ്പെടാനാവും. കാരണം ക്രിസ്തുവിന്റെ സംസ്കരണത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവനെ നഗരത്തിലടക്കിയില്ല. അവനെ നഗരത്തിലടക്കിയില്ല. നഗരം ആരുടേതാണ്? കരുത്തുള്ളവന്റേതാണ്, അധികാരമുള്ളവന്റേതാണ്, ബലമുള്ളവന്റേതാണ്. നഗരത്തിന് വെളിയിൽ കിടക്കുക എന്നുള്ളത് കരുത്തില്ലാത്തവന്റെ പ്രതീകമാണ്, ബലമില്ലാത്തവന്റെ പ്രതീകമാണ്. അവസാനമായി ഒന്നുകൂടി വലിച്ചെറിയപ്പെടുക എന്നുള്ളതാണ്. അപ്പോഴും മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. നിന്റെ അടുക്കലേക്ക് വരുന്നവൻ വിശ്വാസിയാണെങ്കിൽ ദേവാലയത്തിൽ ചെല്ലുവാൻ വേണ്ടി ആവശ്യപ്പെടുക. എന്നിട്ട് കുരിശിലേക്ക് നോക്കാൻ പറയുക. നിന്റെ മുറിവുകളുടെ ആഴങ്ങൾ ഈ കുരിശിൽ കാണാൻ കഴിയുമെങ്കിൽ, പിന്നെ ഒന്ന് ഉറക്കെ കരയാൻ കഴിയുമെങ്കിൽ, മേ ബി ഹീസ് ഹീൽഡ്. മനുഷ്യന് കടന്നു പോകേണ്ടി വരുന്ന എല്ലാ ദുഃഖങ്ങളിലൂടെയും കടന്നുപോയ ക്രിസ്തു നമ്മളെ തൊട്ട് സൗഖ്യമാക്കട്ടെ. കാരണം ഇവന് മാത്രമേ മനുഷ്യന്റെ മുറിവുകളുടെ ആഴം വ്യക്തമാവുകയുള്ളൂ. ഒരു പ്രൊട്ടസ്റ്റന്റ് മിഷണറി
ആഫ്രിക്കയിലാണ്. നാട്ടിൽ നിന്ന് ഈ മനുഷ്യന് കത്ത് വരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് മകന് ന്യൂമോണിയയാണ്. ഇയാൾക്ക് അറിഞ്ഞുകൂടാ ഈ കത്ത് കിട്ടുമ്പോൾ മകൻ മരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന്. വല്ലാതെ തകർക്കപ്പെട്ടവനായിട്ട് ഈ മനുഷ്യൻ ഒരു ലക്ഷ്യവുമില്ലാതെ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ